തൃശൂർ വടക്കാഞ്ചേരിയിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് പുറകെ കോൺഗ്രസിൽ ഭിന്നത. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പാർട്ടി വിട്ടു. അഡ്വക്കേറ്റ് ടി.എച്ച്. മുഹമ്മദ് ഷഫീഖാണ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സമ്പൂർണ്ണ പരാജയമാണെന്നും ഷഫീഖ് ആരോപിച്ചു. സാനു കെ സജീവ് ചേരുന്നു. സാനു, കോൺഗ്രസിൽ തർക്കം തീരുന്നില്ല. ഓരോ ദിവസവും ഇങ്ങനെ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യമാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് പുറകെ കോൺഗ്രസിൽ ഏതു രീതിയിലുള്ള ഭിന്നതയാണ് ഉടലെടുത്തിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണല്ലോ പാർട്ടി വിട്ടിരിക്കുന്നത്. രോഹിണി, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ഭിന്നതയൊക്കെ ഉണ്ടായ മണ്ഡലമാണ് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിയിൽ പലരും ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അത് KPCC സെക്രട്ടറി ആയിട്ടുള്ള രാജേന്ദ്രൻ അരകത്ത് അടക്കം സ്ഥാനാർത്ഥിയാകണമെന്ന മോഹവുമായി രംഗത്തുണ്ടായിരുന്നു. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായി. അതിനുശേഷം അവിടെ വലിയ വിള്ളലുകളൊക്കെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ മാത്രം പരിഗണിക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് PN വൈശാഖിനെ വടക്കാഞ്ചേരിയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ് വടക്കാഞ്ചേരിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഇദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളും അത്രയേറെ ഗൗരവമുള്ളതാണ്. KC വേണുഗോപാൽ ഈ പാർട്ടിയെ നശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പബ്ലിക് കമ്പനിയാക്കി മാറ്റുന്നു, ലിമിറ്റഡ് കമ്പനിയാക്കിയിട്ട് കോൺഗ്രസിനെ മാറ്റുകയാണ്. ആ മണ്ഡലത്തിൻ്റെ സ്വാധീനം അറിയാത്തവരെ, അല്ലെങ്കിൽ മണ്ഡലത്തിൽ ആരെയാണ് ആഗ്രഹിക്കുന്ന മണ്ഡലത്തിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ആ സ്വഭാവം കണക്കിലാക്കാതെ ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നു. ഒപ്പം തന്നെ മണ്ഡലത്തിലെ മതേതര സ്വഭാവം, ജനാധിപത്യ സ്വഭാവം ഇതെല്ലാം മറികടന്നുകൊണ്ട് തന്നിഷ്ടക്കാരെ അടക്കം സ്ഥാനാർത്ഥിയാക്കുന്ന നിലപാടാണ് ഈ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് KC വേണുഗോപാൽ എന്താണോ പറയുന്ന KC വേണുഗോപാലിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിനെ നിശ്ചയിച്ചിരിക്കുന്നു, വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിനെ നിശ്ചയിച്ചിരിക്കുന്നു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ TH ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന, പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ PN വൈശാഖിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപം, വലിയ രീതിയിൽ ആദ്യഘട്ടം മുതലേ ആരോപണമുണ്ടായിരുന്നു. വൈശാഖിന് മണ്ഡലവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ പുറത്തുനിന്ന് എത്തിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. ഈ വൈശാഖിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ DCCയിൽ അടക്കം ഭിന്നത വലിയ രീതിയിലുണ്ടായിരുന്നു. DCCയിൽ അതേപോലെ തന്നെ KPCC ഭാരവാഹികൾക്കിടയിൽ പോലും വലിയ ഭിന്നതയുണ്ടായിരുന്നു. അവസാനമാണ് KC വേണുഗോപാലിൻ്റെ നിർബന്ധപ്രകാരം, KC വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം ഈ വൈശാഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തൃശ്ശൂരിലെ കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമാണ്. അത് AI ഗ്രൂപ്പുകൾക്ക് പുറമെ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് കൂടി രംഗത്ത് വന്നതോടുകൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ വിള്ളലാണ് ഉണ്ടായിട്ടുള്ളത്. ശരി സാനു, എന്തായാലും കോൺഗ്രസിലെ ഭിന്നത ഇങ്ങനെ ഓരോ ദിവസവും മറനീക്കി പുറത്തു വരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. സാനു കെ സജീവാണ് തൃശ്ശൂരിലെ സാഹചര്യം വിശദീകരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു.